So, നമ്മൾ engineering ethics and sustainable development module 2, that is introduction to environmental ethics. So, ഇതിൽ നമ്മൾ മെജോറിറ്റി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻവയോൺമെൻറ്റൽ ബേസിസിലായിരിക്കും കേട്ടോ. സോ ആദ്യം നമ്മൾ ആദ്യത്തെ പാർട്ടാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു എൻവയോൺമെൻറ്റൽ എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഡെഫിനിഷൻ സ്റ്റാർട്ട് ചെയ്യാം. എൻവയോൺമെൻറ്റൽ എത്തിക്സ് ഇസ് എ ബ്രാഞ്ച് ഓഫ് applied philosophy that examines the moral relationship between human beings and natural environment. Human beings and natural environment തമ്മിലുള്ള moral relationship-നെയാണ് എന്ത് പറയുന്നത്? Environmental ethics എന്ന് പറയുന്നത്. It raised profound questions about how to preserve and treat natural world. എങ്ങനെയാണ് നമുക്ക് നാച്ചുറൽ വേൾഡ് നോക്കണ്ടേന്നുള്ള കാര്യങ്ങളുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിക്കപ്പെടുന്നത്. കോർ ഐഡിയ എന്ന് പറയുന്നത് is to evaluate whether the elements of the nature, അതായത് trees, rivers, animals, forests, oceans and even non-living systems like mountains or soil have their own intrinsic അല്ലെങ്കിൽ moral values ഇവർക്കുണ്ട്. Okay, or if their worth is limited to how useful they are to humans. Okay, അവർക്ക് എല്ലാവർക്കും അതിൻ്റെതായ ഇൻട്രൻസിക് വാല്യൂസും അതേപോലെ തന്നെ അതിൻ്റെ വേർത്ത് ഹ്യൂമൻ ബീയിങ്സിന് എത്രത്തോളം അവർ ആവശ്യമുണ്ട് എന്നുള്ളതും വെച്ചിട്ട് അവരുടെ വാല്യൂസ് ഉണ്ടായിരിക്കും. ഇൻ അതർ വേർഡ്സ്, എൻവയോൺമെൻറ്റൽ എത്തിക്സ് challenges the notion that the nature is merely a resource to be exploited and instead argues for moral consideration of all living norms and ecosystem. എന്ന് പറയുന്നത് കുറച്ച് റിസോഴ്സസ് എന്നുള്ളതല്ലാതെ എല്ലാ ലിവിങ് നോംസിനും അതിൻ്റെതായ മോറൽ കൺസിഡറേഷൻ നമ്മൾ കൊടുക്കണം, ലിവിങ് ഫോംസിനും അതേപോലെ തന്നെ എക്കോസിസ്റ്റത്തിനും. ഇഫ് അഡ്രസ്സസ് ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ് ലൈക്ക് ഇത് അഡ്രസ് ചെയ്ത ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷുഡ് ബി കൺസിഡർ എ ഫോറസ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ ആൻഡ് സീക്രഡ് ഓർ ഓൺലി ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ്സ് ടിംബർ ആൻഡ് ഓക്സിജൻ. നമ്മൾ ഫോറസ്റ്റിനെ കൺസേർവ് ചെയ്യണേണ്ട ആവശ്യം അത് ഭംഗിയുള്ള കാരണം കൊണ്ടാണോ, അതോ അത് നമുക്ക് ഓക്സിജനും ഇതും തരണോണ്ടാണോ? അതേപോലെ തന്നെ ഡു നോൺ ഹ്യൂമൻ സ്പീഷീസ് ഹാവ് ദ റൈറ്റ് ടു എക്സിസ്റ്റ്? മനുഷ്യനല്ലാത്ത ബാക്കിയുള്ള ജീവികൾക്ക് ജീവിക്കാനുള്ള അവകാശം ഉണ്ടോ? ഈവൻ ഇഫ് ദേ ഡോണ്ട് സെർവ് എനി ഇമ്മീഡിയേറ്റ് ഹ്യൂമൻ പർപ്പസ്, അവരെ കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉപകാരമൊന്നും ഇല്ലല്ലോ. ക്യാൻ വി ജസ്റ്റിഫൈ പൊല്യൂട്ടിങ് റിവേഴ്സ് ഇഫ് ഇറ്റ് ബൂസ്റ്റ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് കൂടുന്നുണ്ട് പറഞ്ഞിട്ട് നമുക്ക് റിവേഴ്സ് പൊല്യൂട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടോ? നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. ബൈ അഡ്രസ്സിങ് ദീസ് മോറൽ ഡിലീമാസ്, എൻവയോൺമെന്റൽ എത്തിക്സ് ഫോംസ് ദ ഫൗണ്ടേഷൻ ഫോർ എക്കോ-ഫ്രണ്ട്ലി പോളിസീസ്, ലോസ് ആൻഡ് എഞ്ചിനീയറിംഗ് പ്രാക്ടീസസ്. ഓക്കെ, എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഫൗണ്ടേഷനായി മാറുകയാണ് ചെയ്യണത് കേട്ടോ. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പോളിസീസും ലോസും എഞ്ചിനീയറിംഗ് പ്രാക്ടീസും ഒക്കെ ഫോളോ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യാനുള്ളത് എന്തിനെ പറ്റിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻസ് ആണ്, അതായത് എൻവയോൺമെന്റൽ എത്തിക്സിന്റെ ഇമ്പോർട്ടൻസ്. ഇൻ മോഡേൺ എറ എൻവയോൺമെന്റൽ എത്തിക്സ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എവർ. ഓക്കെ, മുമ്പ് ഈ മോഡേൺ എറയിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്. വി ആർ ഫേസിങ് അൺപ്രസിഡന്റഡ് എക്കോളജിക്കൽ ക്രൈസിസ്. എന്തൊക്കെ ക്രൈസിസ് ആണ്? ആദ്യത്തെ എന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് ഡ്യൂ ടു ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ. ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുന്നുണ്ട്, ഡീഫോറസ്റ്റേഷൻ ഉണ്ടാവുന്നുണ്ട്, അർബനൈസേഷൻ അഗ്രികൾച്ചർ പ്രോജക്റ്റിന് വേണ്ടിയിട്ട്, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ, ക്ലൈമറ്റ് ചേഞ്ച് കാരണം കൊണ്ട്, ഓഷൻ അസിഡിഫിക്കേഷൻ, എക്സസ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർപ്ഷൻ കാരണം കൊണ്ട്, അതേപോലെ തന്നെ വാട്ട് ഈസ് ഹാപ്പനിങ്, പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് എയർ കണ്ടാമിനേഷനും വാട്ടർ സ്കാർസിറ്റിക്കും കാരണമാകും. എൻവയോൺമെന്റൽ എത്തിക്സ് പ്രൊവൈഡ് എ മോറൽ കോമ്പസ് ടു guide individuals, industries and government to make decisions that do not technically or economically sound but also ethically responsible. Okay, ethically നമ്മൾ റെസ്പോൺസിബിൾ എടുക്കുന്ന രീതിയിലായിരിക്കണം ഡിസിഷൻ മേക്കിംഗ് ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? ഓക്കെ, എൻകറേജിങ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എൻകറേജ് ചെയ്യുന്നുണ്ട്. Ensures that development means present needs without compromising the need of future generation. Future generation's need compromise ചെയ്യാണ്ട് നമ്മുടെ നീഡ് ഫുൾഫിൽ ചെയ്യുന്നതിനാണ് പറയുന്നത്. പ്രൊമോട്ടിങ് എക്കോളജിക്കൽ റെസ്പോൺസിബിലിറ്റി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇൻസിറ്റിംഗ് ദ ഐഡിയ ഓഫ് ഹ്യൂമൻസ് ആർ കെയർ ടേക്കേഴ്സ്, എർത്തിൻ്റെ
കെയർ ടേക്കേഴ്സ് ആണ് നമ്മൾ ഹ്യൂമൻസ് എന്ന് പറയുന്നത്, അല്ലാണ്ട് ഓണേഴ്സ് അല്ല എന്ന് പറയാണ്. പ്രിവെന്റിങ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, കോസസ് അഗൻസ്റ്റ് ദ അൺചെക്ഡ് കൺസപ്ഷൻ ഓഫ് ഫൈൻ റിസോഴ്സസ്. ഫൈൻ റിസോഴ്സസിൻ്റെ അൺചെക്ഡ് ആയിട്ടുള്ള കൺസെപ്ഷൻസ് ഉണ്ടാവും, ഫിനിറ്റ് ആയിട്ടുള്ള റിസോഴ്സസിൻ്റെ ഉണ്ടാവും, എന്തുണ്ടാവും, അത് തീർന്നു പോകും അല്ലേ. ആൻഡ് മോട്ടിവേറ്റ്സ് കൺസർവേഷൻ എഫക്ട്സ്. ഓക്കെ, inspiring ethical engineering and governance. Okay, encourages policy makers and അതേപോലെ തന്നെ എഞ്ചിനീയേഴ്സ്, പ്ലാനേഴ്സ് ടു അഡോപ്റ്റ് എക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ്, റിന്യൂവബിൾ എനർജി, ഗ്രീൻ ബിൽഡിംഗ്, ലോ കാർബൺ ട്രാൻസ്പോർട്ടേഷൻ, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. ഓക്കെ, അടുത്തത് ethical environmental ethics therefore act as a bridge between science, society and sustainability, ensuring that technological progress is aligned with ecological harmony. ecological harmony അലൈൻ ചെയ്ത് വരുന്ന ടെക്നിക്കൽ പ്രോഗ്രസ്സിനെ എൻഷുർ ചെയ്യുന്നതാണ്. ഒരു ബ്രിഡ്ജ് പോലെയാണ് ആക്ട് ചെയ്യുന്നത് സയൻസും സൊസൈറ്റിയും അതേപോലെ തന്നെ സസ്റ്റൈനബിലിറ്റിയും തമ്മിൽ. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ്സിനെ പറ്റിയിട്ടാണ്. എൻവയോൺമെൻറ്റൽ എത്തിക്സ് എന്ന് പറയുന്നത് എമേർജ് ചെയ്തത് എപ്പോഴാണ്? 1970s ആസ് എ റെസ്പോൺസ് ടു ഗ്രോയിങ് കൺസേൺ അബൌട്ട് പൊല്യൂഷൻ ആൻഡ് എക്കോണമിക്കൽ ഡിസ്ട്രക്ഷൻ. ഭയങ്കരമായിട്ട് നാശനഷ്ടങ്ങൾ വന്നു തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റേക്കൽ കാർസൺസ് ബുക്ക് ഓഫ് സൈലന്റ് സ്പ്രിംഗ് warned about pesticides use and environmental damage. UN Stockholm Conference, ഫസ്റ്റ് മേജർ ഇൻ്റർനാഷണൽ സബ്മിറ്റ് ആണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ആൽഡോ ലിയാഡോസ് ലാൻഡ് എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ്? propose that humans are part of the broader ecological community and should respect land, soil, water and living beings. Okay, prior to the 20th century, most moral psychology, especially in West, was ആന്ത്രോസെൻട്രിക്. അതായത് മീനിങ് എന്തായിരുന്നു ഇതെന്ന് പറയുന്നത്? ഹ്യൂമൻ ടു ഹ്യൂമൻ എത്തിക്സ് ഫോക്കസ് ചെയ്യുന്നതാണ്, ലൈക്ക് ജസ്റ്റിസ്, ഓണസ്റ്റി ആൻഡ് റൈറ്റ്സ്. നേച്ചർ വാസ് ലാർജ്ലി ഇഗ്നോർഡ് ആസ് എ മോറൽ ഒബ്ജക്റ്റ്. നേച്ചർ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇഗ്നോർ ചെയ്യപ്പെടുന്നൊരു സാധനമായിരുന്നു. വിത്ത് ദ റൈസ് ഓഫ് എൻവയോൺമെൻറ്റൽ എത്തിക്സ്, മോറൽ സർക്കിൾ എക്സ്പാൻഡഡ് ടു ഇൻക്ലൂഡ് ആനിമൽസിനെയും അതേപോലെ തന്നെ എക്കോസിസ്റ്റത്തിനെയും, റിവേഴ്സ്, മൗണ്ടൻസ്, ഈവൻ എർത്ത് ആസ് എ വാൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇതിനെ is as in ecocentric. This shift changed how we think about development, laws and education and engineering. നമ്മുടെ ചിന്താഗതി മാറാൻ തുടങ്ങി. ഇനി കീ ഫിലോസഫിക്കൽ തിയറീസ് ആൻഡ് എൻവയോൺമെൻറ്റൽ എത്തിക്സ്. ആദ്യത്തെ എന്ന് പറയുന്നതാണ് ആന്ത്രോപോസെൻട്രിസം. ഹ്യൂമൻസിനെ സെൻട്രലൈസ് ചെയ്തിട്ടുള്ള ഒരു എത്തിക്സ് ആണിത്. ആന്ത്രോസെൻട്രലിസം എന്ന് പറയുന്നത് ഇസ് എ ഫിലോസഫി ദാറ്റ് പ്ലേസസ് ഹ്യൂമൻ ബീയിങ് as the center of the moral concern, suggesting that only humans has intrinsic value. ഹ്യൂമൻസിന് മാത്രമേ ഇൻട്രിൻസിക് വാല്യൂ എന്നുള്ളതിനെയാണ് ആന്ത്രോപോസെൻട്രലിസം എന്ന് പറയുന്നത്. ഇൻ ദിസ് വ്യൂ, നാച്ചുറൽ വേൾഡ് വർക്ക് വാല്യൂ ഓൺലി ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ ബെനിഫിറ്റ്. ഹ്യൂമൻസിന് എന്തോരം ബെനിഫിറ്റ് ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് അതിന് വാല്യൂ കൊടുക്കുന്നത്. എക്കണോമിക്കലി, സോഷ്യലി ഓർ റീക്രിയേഷനലി. ഓക്കെ, ട്രീസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടിമ്പർ അതേപോലെ തന്നെ റിവേഴ്സ് എന്ന് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ റിവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ അഗ്രികൾച്ചറും ഹൈഡ്രോ പവറിനെയും സപ്പോർട്ട് ചെയ്യും. ആനിമൽസ് എന്ന് പറയുന്നത് നമുക്ക് ഫുഡ് സെർവ് ചെയ്യാനും ലേബറിനും അതേപോലെ തന്നെ കമ്പാനിയൻഷിപ്പിനും വേണ്ടി ആനിമൽസ് ഇമ്പോർട്ടൻ്റ് ആയി. ദിസ് human centralized perceptions has historically dominated economic development, industrialization and policy making. ഇതെന്ന് പറയുന്നത് ലീഡ് ടു മാക്സീവ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസിൻ്റെ മാസീവ് എക്സ്പ്ലോയിറ്റേഷന് കാരണമായി. ഓക്കെ, ഈ ഹ്യൂമൻ പ്രോഗ്രസ് എന്നുള്ള ടേമിൽ എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ ഫോറസ്റ്റ് ഇസ് പ്രിസർവ്ഡ് നോട്ട് ബിക്കോസ് ഇറ്റ് ഈസ് ഇൻഹെറിറ്റൻ്റ്ലി വാല്യുബിൾ ബട്ട് ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ് ഓക്സിജൻ, വുഡ്, ടൂറിസം ആൻഡ് ക്ലൈമറ്റ് റെഗുലേഷൻസ്, ഓൾ ബെനഫിറ്റ്സ് ടു ഹ്യൂമൻസിൻ്റെ ബെനഫിറ്റ്സിന് വേണ്ടി മാത്രമാണ് നമ്മൾ സേവ് ചെയ്യുന്നത്, അല്ലാതെ അതിൻ്റെ വാല്യൂ കാരണം കൊണ്ടല്ല. However, critics argue that anthrocentralism caused ecological degradation.
biodiversity loss and climate change, since it views nature as a tool and object to serve humanity. ഹ്യൂമാനിറ്റീനെ സെർവ് ചെയ്യുന്ന ഒരു ടൂള് മാത്രമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എക്കോളജിക്കൽ ഡിഗ്രഡേഷൻ, ബയോഡൈവേഴ്സിറ്റി ലോസ്, അതേപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാവാം. ഇറ്റ് ഇഗ്നോർസ് ദ റൈറ്റ്സ് ആൻഡ് വാല്യൂസ് ഓഫ് ദ അതർ ലൈഫ് ഫോംസ്. അതിൻ്റെ റൈറ്റ്സും വാല്യൂസും ഒന്നും ശ്രദ്ധിക്കുന്നില്ല, ലീഡിങ് ടു അൺസസ്റ്റൈനബിൾ പ്രാക്ടീസസിന് കാരണമാവാൻ ചാൻസ് ഉണ്ട്. ബയോസെൻട്രിസം, അതാണ് നമുക്ക് അടുത്ത പഠിക്കാനുള്ളത്. ദാറ്റ് ഇസ് ലൈഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള എത്തിക്സ് ആണ് ബയോസെൻട്രിസം. ഈ ബയോസെൻട്രിസം എന്ന് പറയുന്നത് എക്സ്പാൻഡ്സ് ദ എത്തിക്കൽ സൈക്കിൾ ബിയോണ്ട് ഹ്യൂമൻസ് ടു ഇൻക്ലൂഡ് ഓൾ ലിവിങ്, എല്ലാ ലിവിങ് ഓർഗാനിസത്തിനെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ദിസ് തിയറി അസേർട്സ് ദാറ്റ് എവറി ലിവിങ് ബീങ്സ്, പ്ലാന്റ്, ആനിമൽസ്, മൈക്രോബ്സ്, ഹ്യൂമൻസ് possess inherent moral value. എല്ലാത്തിനും ഇൻഹെറൻ്റ് ആയിട്ടുള്ള മോറൽ വാല്യൂസും ജീവിക്കാനും ഫ്ലറിഷ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ബയോസെൻട്രിസം challenges the idea of the nature exists only for human use and instead promotes എല്ലാത്തിനെയും റെസ്പെക്ട് ചെയ്യാനും എംപതി ആൻഡ് കമ്പാഷൻ എല്ലാ ജീവനുള്ള ഫോംസിനോടും കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇൻ ബയോസെൻട്രിക് വേൾഡ് വ്യൂ causes unnecessary harm to any organism is morally wrong even if the organism do not directly benefit. അതായത് നമുക്ക് ഉപകാരമില്ല എങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നശിപ്പിക്കാൻ അൺനെസസറി ആയിട്ട് ഹാം ചെയ്യാൻ പാടില്ല. ദിസ് ഫോംസ് ദ എത്തിക്കൽ ബേസിസ് ഓഫ് ദ ആനിമൽ റൈറ്റ്സ് മൂവ്മെന്റ്, veganism and also wildlife conservation and plant protection groups. Example, cutting down a single tree may be considered unethical if it destroys the habitat of birds, insects, fungi, even if the tree is not directly useful to humans. ഓക്കെ, വെറുതെ ഒരു ആവശ്യമാണ് ട്രീ കട്ട് ചെയ്ത് കളയാൻ പാടില്ല. അവിടെ ബേർഡ്സും ഇൻസെക്ട്സും ഫംഗിയും ഒക്കെ താമസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഹാബിറ്റാറ്റ് ഡിസ്ട്രോയ് ചെയ്യുകയാണെങ്കിൽ അത് അൺഎത്തിക്കലായി മാറും. ബയോസെൻട്രിസം എംഫാസിസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തിക്കൽ കോ എക്സിസ്റ്റൻസ് ആണ്. ആർഗ്യൂയിങ് ഹ്യൂമൻസ് ടു ലീവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് മിനിമൽ ഹാം ടു ഓൾ ലൈഫ്. ഹാർമണിയിൽ ജീവിക്കുക, ബാക്കി എല്ലാ ജീവികൾക്കും മിനിമലായിട്ട് ഹാം ചെയ്തിട്ട്. ഹവർ critics points out the practical limitation of this approach, especially in case where humans survival might conflict with the interest of other organisms. Controlling pests in agriculture. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നതാണ് എക്കോസെൻട്രലിസം. ബയോസെൻട്രലിസം പഠിച്ചു. ഇതെന്ന് പറയുന്നത് എർത്തിനെ സെൻട്രലൈസ് ചെയ്യുന്ന എത്തിക്സ് ആണ്. എക്കോസെൻട്രലിസം എന്ന് പറയുന്നത് മോസ്റ്റ് ഇൻക്ലൂസീവ് ആൻഡ് ഹോളിസ്റ്റിക് ഓഫ് ദി 3 ഫിലോസഫീസ്. 3 ഫിലോസഫീസിൻ്റെതാണ്. ഇറ്റ് പ്ലേസസ് എൻറ്റയർ എക്കോസിസ്റ്റം ഇൻക്ലൂഡിങ് ബോത്ത് ലിവിങ് ആൻഡ് നോൺ ലിവിങ്. മറ്റവിടെ ലിവിങ് ഫോംസിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലേ, ഇവിടെ നോൺ ലിവിങ് കോമ്പണൻസും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെൻറ്റർ ഓഫ് ദ എത്തിക് കൺസെപ്റ്റ്. ദിസ് വ്യൂ വാല്യൂസ് നോട്ട് ജസ്റ്റ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് പക്ഷേ റിവേഴ്സ്, മൗണ്ടെയിൻസ്, റോക്സ്, സോയിൽ ആൻഡ് എയർ ഒക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്. റെക്കഗ്നൈസിങ് ദാറ്റ് ഓൾ എലിമെന്റ്സ് ഓഫ് ദ earth are interconnected. എല്ലാം എന്ന് പറയുന്നതും എന്താണ്, interconnected ആണ് and plays a role in sustainable life. Ecocentralism goes beyond the individuals and species level and focus on നമ്മുടെ health, integrity and balance of entire ecosystem ആണ് ഫോക്കസ് ചെയ്യുന്നത്. It supports long-term ecological preservation rather than short-term human interest. Long-term ecological preservation ആണ് ഇവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. This theory underpins such ideas such as deep ecology, scared grooves, and eco spirituality. Example എന്താണ് ചെയ്യുന്നത്, damming a river such as considering unethical not just because it displaces people or kills fish, but because it alters natural flow and harms wetland, affect forest growth and disrupt monsoon pattern. ഇതെന്നൊക്കെ പറയുന്നത് നമ്മുടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എക്കോസെൻട്രിക് അഡ്വക്കേറ്റ്സ് ഫോർ ഹോളിസ്റ്റിക് കൺസർവേഷൻ. ഹോളിസ്റ്റിക് കൺസർവേഷൻ അഡ്വക്കേറ്റ് ചെയ്യുന്നതാണ് where human development is aligned with Earth's natural cycle. ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നാച്ചുറൽ സൈക്കിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിട്ടാണ് കാണിച്ചിരിക്കുന്നത്.
It encourages living lightly, respecting Earth's limitation, and embracing sustainable lifestyle. Critics argue that ecocentrism may be too idealized in modern ecosystem where cost and efficiency often drive decisions. അടുത്തതാണ് സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് പ്രാക്ടീസസ്. കോർ ഡെഫിനിഷൻ ആൻഡ് സ്കോപ്സ്. ആദ്യം നമുക്ക് എന്തൊക്കെ ഡെഫിനിഷനും സ്കോപ്സും എന്താണ് സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗിൻ്റെ എന്ന് പറഞ്ഞുതരാം. സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് refers to application of engineering practices and innovation that conserves natural resources, reduce environmental pollution, and enhance human quality of life without compromising the ability of future generation meet their needs. ഇതെന്ന് പറയുന്നത് എന്തിനാണ് റെഫർ ചെയ്യണേ? എഞ്ചിനീയറിംഗ് പ്രാക്ടീസസിൻ്റെ അപ്ലിക്കേഷനും അതേപോലെ തന്നെ നാച്ചുറൽ കൺസേർവ് നാച്ചുറൽ റിസോഴ്സസ്, അതിന് വേണ്ടിയിട്ടുള്ള ഇന്നോവേഷൻസും എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻസ് റെഡ്യൂസ് ചെയ്യും, അതേപോലെ തന്നെ ഹ്യൂമൻ ക്വാളിറ്റി ഓഫ് ലൈഫ് എൻഹാൻസ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻസിൻ്റെ നീഡ് കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിലാണ് ഇത് മൊത്തം ചെയ്യേണ്ടത്. It involves the careful design, development and operation and disposal of system and protect in such a way that energy efficient and ecologically responsible ആയിട്ട്. ഓക്കെ, സോ ദാറ്റ് നമുക്ക് ഫ്യൂച്ചറിന് വേണ്ടി നമ്മളത് കൊടുക്കാൻ പറ്റും. അതാണ് പറയുന്നത്. Unlike conventional engineering, which often focus solely on technical performance and cost, sustainable engineering also incorporates social justice and ethical responsibility, environmental practices and ecological validity into design process. For example, designing a water purification system for a rural village is not just about efficiency but also about affordability, ease of maintaining and long-term impact on the community and surrounding ecosystem. Sustainable engineering thus has a multi-dimensional scope addressing ethical innovation, resource optimization, waste reduction, human welfare, environmental conservation. Okay, ഇതിനൊക്കെ കാരണമാണ്. The triple bottom layer of sustainability. The triple bottom line എന്ന് പറയുന്നത് ഫ്രെയിംവർക്ക് ആണ് used to evaluate sustainability across three interconnected dimensions. ഈ three interconnected dimensions എന്തൊക്കെയാണ്? Economic, social and environmental. Okay, ഇതാണ് triple bottom line എന്ന് പറയുന്നത്. It encourages engineers and decision making to balance profit, person and the planet. Okay, while assessing the long-term impact of the decision. അതിൽ ആദ്യത്തെയാണ് economic sustainability. This dimension focuses on cost efficient, profitability and long-term saving. Projects or designs must be affordable to build or operate with minimal maintenance cost and optional utilization of resources. Resource utilization. For example, നമ്മൾ സോളാർ പാനൽസ് എന്ത് ചെയ്യാണ്? ഇൻസ്റ്റാൾ ചെയ്യാണ്. ഓക്കെ, ഹയർ കോസ്റ്റിന് നമ്മൾ ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാണ്? ലോങ് ടേം സേവിങ് ഓഫ് ഇലക്ട്രിസിറ്റി നമുക്ക് ഉണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോസിൽ ഫ്യൂവൽസിൻ്റെ റിലയൻസ് നമ്മൾ കുറയ്ക്കാൻ പറ്റും. അടുത്തതെന്ന് പറയുന്നതാണ് സോഷ്യൽ സസ്റ്റൈനബിലിറ്റി. സോഷ്യൽ സസ്റ്റൈനബിലിറ്റി എന്തിനാ എയിം ചെയ്യണം? ഹ്യൂമൻസ് വെൽബീയിങ്, ഇക്വാലിറ്റി, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, social sustainability വരുന്നത്. Engineers must consider labor conditions, safety, accessibility, cultural acceptance ഒക്കെ engineers കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. ഇതിൽ എക്സാമ്പിൾ പറയണം. Constructing food bridge to connect remote tribal village to health center or
schools improves social inclusion and promote education access. ഇതൊക്കെ എന്താണ് സോഷ്യൽ സസ്റ്റൈനബിലിറ്റിയിൽ വരുന്നതാണ്. എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റിയിലോ ദിസ് ഇൻവോൾവ്സ് മിനിമൈസിങ് പോപ്പുലേഷൻ, പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ പ്രൊട്ടക്ടിങ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവിങ് റിസോഴ്സസ്. എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് കെമിക്കൽസ്, ഹാംഫുൾ കെമിക്കൽസ് യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യണം, എമിഷൻ റെഡ്യൂസ് ചെയ്യണം, ആൻഡ് ഡിസൈൻ റീസൈക്ലബിലിറ്റി ആൻഡ് ഡ്യൂറബിലിറ്റി. ഗ്രീൻ ബിൽഡിംഗ് ആൻഡ് ഇൻക്ലൂഡ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അതേപോലെ തന്നെ നാച്ചുറൽ വെന്റിലേഷൻ ആൻഡ് എക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽസ്. നമ്മൾ വാട്ടർ കൺസേർവ് ചെയ്യാനും അതേപോലെ തന്നെ എനർജി കൺസേർവ് ചെയ്യാനും എൻവയോൺമെന്റൽ ഇമ്പാക്ട് റെഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനെയാണ് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ ലൈഫ് സൈക്കിൾ അനാലിസിസ് എന്ന് പറയുന്നത് LCA. ലൈഫ് സൈക്കിൾ അനാലിസിസ് എന്ന് പറയുന്നത് is a comprehensive technique used to assess environmental impact of a product. Environmental impact അല്ലെങ്കിൽ സിസ്റ്റം ത്രൂ ഔട്ട് ദെയർ എൻറ്റയർ ലൈഫ് സൈക്കിൾ. ഒരു എൻറ്റയർ ലൈഫ് സൈക്കിളിനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. അവർ എങ്ങനെ ആ ഒരു ലൈഫ് സൈക്കിൾ കൊണ്ടുപോകണം, അതായത് റോ മെറ്റീരിയൽസ് എക്സ്ട്രാക്ട് ചെയ്യാണ് ഫ്ലൂഡിൽ നിന്ന് ടു അവസാനത്തെ ഫൈനൽ ഡിസ്പോസൽ, ഗ്രേവിലേക്ക് എത്തുന്ന വരെയുള്ള കാര്യം. ഇതിൽ എന്തൊക്കെ ഉണ്ടാവും? മാനുഫാക്ചറിങ് ഉണ്ടാവാം, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവാം, യൂസേജ് ഉണ്ടാവാം, എൻഡ് ഓഫ് ലൈഫ് ട്രീറ്റ്മെന്റ്, അതായത് അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുക അല്ലെങ്കിൽ ലാൻഡ് ഫില്ലിലേക്ക് പോകും. ഓക്കെ, ഈ LCA അപ്രോച്ച് എന്ന് പറയുന്നത് enables engineers to make data-driven decision about which materials or process are more suitable. ഏതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ പ്രോസസ്സ് ഏതാണ്. ഇറ്റ് ഹെൽപ്പ് ഐഡന്റിഫൈ സ്റ്റേജസ് ഇൻ ദ പ്രൊഡക്റ്റ് ലൈഫ് വെർ എനർജി യൂസ്, വാട്ടർ കൺസപ്ഷൻ ആൻഡ് പൊല്യൂട്ടൻ്റ് എമിഷൻ ആർ ഹയസ്റ്റ്. നമുക്ക് ഏത് സ്റ്റേജിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് എന്താണ് ഈ എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് കുറയ്ക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടും. റൈറ്റ്, എക്സാമ്പിൾ പറയാണ്, ഇപ്പൊ നമ്മൾ comparing plastic cups and paper cups using LCA may reveal that while plastic contributes to non-biodegradable waste, അതേസമയം പേപ്പർ കപ്സ് ആണെങ്കിൽ എന്താണ്, ഒരുപാട് എനർജി വേണം ആൻഡ് വാട്ടർ ഡ്യൂറിങ് പ്രൊഡക്ഷൻ. സോ LCA എന്ന് പറയുന്നത് മോർ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഇതിന്റെ ബേസിസിൽ എടുക്കും. റൈറ്റ്, LCA എന്താ സപ്പോർട്ട് ചെയ്യണേ? ബയോ ലേബലിംഗ്, ഗ്രീൻ സർട്ടിഫിക്കേഷൻ, മെറ്റീരിയൽ സെലക്ഷൻ, അതേപോലെ തന്നെ പോളിസി ഫോർമുലേഷൻ ഓഫ് എൻവയോൺമെന്റൽ കംപ്ലയൻസസ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളെ. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സസ്റ്റൈനബിലിറ്റി മെട്രിക്സ്. സസ്റ്റൈനബിലിറ്റി മെട്രിക്സ് പറഞ്ഞാൽ എന്താ? To evaluate and monitor sustainability performance, engineers and researchers use a set of quantitative metrics. Okay, these indicators provide measurable data to access how green or resource efficient to process. അതായത് എത്രത്തോളം ഗ്രീൻ അല്ലെങ്കിൽ റിസോഴ്സ് എഫിഷ്യൻ്റ് ആണ് എന്നുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെട്രിക്സ് ആണ് ഇത് എന്ന് പറയുന്നത്. കീ സസ്റ്റൈനബിലിറ്റി മെട്രിക്സുകൾ എന്താണെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. കീ സസ്റ്റൈനബിലിറ്റി മെട്രിക്സിൽ ആദ്യം വരുന്നതാണ് എന്ത്? കാർബൺ ഫുട് പ്രിന്റ്. Measures the total amount of green gas emitted, usually in carbon dioxide equivalent throughout a life product. ഒരു പ്രൊഡക്റ്റ് ലൈഫിൽ എത്രത്തോളം ഗ്രീൻ ഹൗസ് ഗ്യാസ് കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ഹൈ കാർബൺ ഫുട് പ്രിന്റ് കോൺട്രിബ്യൂട്ട്സ് ടു എന്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യും? ഗ്ലോബൽ വാർമിങ്ങിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് റീഡ്യൂസിങ് ഡീസൽ യൂസേജ് ഇൻ ട്രാൻസ്പോർട്ട് reduces a project carbon footprint. നമ്മൾ ഡീസലിന്റെ യൂസേജ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാർബൺ ഫുട്പ്രിന്റ് പ്രൊജക്റ്റ് കുറയ്ക്കാൻ പറ്റും. അടുത്തതാണ് വാട്ടർ ഫുട്പ്രിന്റ്. ഇതെന്ന് പറയുന്നത് വാട്ടർ ഫ്രഷ് വാട്ടർ യൂസേജ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഡയറക്ട്ലിയും ഇൻഡയറക്ട്ലിയും ഒരു പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ ആക്ടിവിറ്റിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അതെന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ വാട്ടർ സ്കേർഡ് റീജിയൻസ് ആണോ. ഇതെന്ന് പറയുന്നത്
എക്സാമ്പിൾ ആയിട്ട് പറയണത് എന്താ വെച്ചാൽ നമ്മൾ റൈസ് കൾട്ടിവേറ്റ് ചെയ്യുമല്ലോ, അവിടെ ഭയങ്കര ഹൈ വാട്ടർ ഫുട് പ്രിന്റ് ആയിരിക്കും. മില്ലറ്റ്സിനേക്കാൾ കൂടുതൽ വെള്ളം ഒബ്വിയസ്ലി റൈസിന് വേണം. അടുത്തത് എന്ന് പറയുന്നതാണ് എംബോഡീഡ് എനർജി. ടോട്ടൽ എനർജി റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എ മെറ്റീരിയൽ ഇൻക്ലൂഡിങ് അതിൻ്റെ മൈനിങ്ങും പ്രോസസ്സിങ്ങും ട്രാൻസ്പോർട്ടേഷനും മാനുഫാക്ചറിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് ടോട്ടൽ എനർജി എത്ര യൂസ് ചെയ്യുന്നുള്ളതാണ് ഈ എംബോഡീഡ് എനർജി എന്ന് പറയുന്നത്. അതായത് അലുമിനിയം ഹാസ് ഹയർ എംബോഡീഡ് എനർജി, വുഡിനേക്കാൾ കൂടുതൽ ഹയർ എംബോഡീഡ് എനർജിയാണ് അലുമിനിയത്തിനുള്ളത്. അടുത്തത് എന്ന് പറയുന്നതാണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഫാക്ടർ, എ combined index considering multiple factors like pollution level, toxicity, recyclability, and ecological demand, used in product design, urban planning, and material selection. By applying these metrics, engineers can track progress, justify design choice, and improve sustainability in real world application. Okay. അടുത്തത് നമ്മൾ പറയാൻ പോണതാണ് എക്കോസിസ്റ്റം, അതിൻ്റെ ഡൈവേഴ്സിറ്റിനെ പറ്റിയിട്ട്. സോ നമ്മൾ എക്കോസിസ്റ്റം ആണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എക്കോസിസ്റ്റം ഇസ് എ ഡൈനാമിക് യൂണിറ്റ് കമ്പോസ്ഡ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം, ബയോട്ടിക് such as plants, animals, microorganisms interacting with non-living, that is abiotic elements such as water, air, sunlight, soil, temperature within defined environment. Living and non-living ഒരുമിച്ചുള്ള ജീവിതം, that is ecosystem. These interactions create complex relationships that sustain life and maintain natural balance. Complex ആയിട്ടുള്ള relationships ഉണ്ടായിരിക്കാം. Ecosystem can range from natural systems like forest, lakes, അങ്ങനത്തെ കാര്യങ്ങളൊന്നും. അതേപോലെ തന്നെ എക്കോസിസ്റ്റത്തിൽ എന്തുണ്ടാവാം, ഹ്യൂമൻ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള, അതായത് അഗ്രികൾച്ചറൽ ഫീൽഡ്സും അർബൻ പാർക്സ് ഒക്കെ ഇല്ലേ, അതും വരാം. Every organism with a ecosystem has a role: producer, consumer, and develop decomposers, and they form food chain and food web that drive energy flow and nutrient cycle. എക്കോസിസ്റ്റത്തിൽ എന്താണ് ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ആയിട്ടുള്ള കോമ്പണൻസ് ഉണ്ടായിരിക്കും. എക്സാമ്പിൾ പറയുന്നത് ഫോറസ്റ്റ്, കോറൽ റീഫ്, അതേപോലെ തന്നെ ഗ്രാസ് ലാൻഡ്, ഡെസേർട്ട്, വെറ്റ് ലാൻഡ്, മാംഗ്രോവ്സ് ഒക്കെ ഇതിൽ വരുന്നതാണ്. രണ്ട് മെയിൻ ടൈപ്സ് ഓഫ് ആണുള്ളത്: ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം, എക്വാട്ടിക്. ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ ലാൻഡ് ഏരിയയിൽ, എക്വാട്ടിക് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ. ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡെസേർട്ട്, ഫ്രഷ് വാട്ടർ, പോൺസ്, മറീൻ, അത് രണ്ടെണ്ണമായിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൽ പറഞ്ഞത്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കോസിസ്റ്റം ഫങ്ഷൻ ആണ്. എക്കോസിസ്റ്റം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്? എസെൻഷ്യൽ നാച്ചുറൽ പ്രോസസ്സസ് തന്നെയാണ് എന്ത് പറയുന്നത്, എക്കോസിസ്റ്റം ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ലൈഫ് ആൻഡ് സസ്റ്റൈനബിലിറ്റി സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആവുന്നത്? energy flow ആണ് ആദ്യത്തെ. എനർജി ഫ്രം ദ സൺ ഇസ് ക്യാപ്ചേർഡ് ബൈ ഗ്രീൻ പ്ലാന്റ്സ്. ഓക്കെ, പ്രൊഡ്യൂസേഴ്സ് ഇത് കളക്ട് ചെയ്തു, ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴി ട്രാൻസ്ഫർ ടു എവിടേക്ക് പോയി, ഹെർബിവോഴ്സ് പോയി, അതാണ് പ്രൈമറി കൺസ്യൂമേഴ്സ്. ദെൻ അത് ആർക്ക് കൊടുത്തു? കാർണിവോഴ്സിന് കൊടുത്തു, അതാണ് സെക്കൻഡറി അല്ലെങ്കിൽ ടെറിഷറി കൺസ്യൂമേഴ്സ്. ആൻഡ് ഫൈനലി അത് ഡീകമ്പോസേഴ്സിന് കൊടുത്തു. എനർജി ഫ്ലോ എന്ന് പറയുന്നത് സൺലൈറ്റ്, പ്ലാന്റ്, ആനിമൽസ്, ഡീകമ്പോസ് ഒക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ ഇത് പോകുന്നത്. അടുത്തതാണ് ന്യൂട്രിയൻ സൈക്കിൾ. ഈ എനർജി ഫ്ലോ പോലെ തന്നെയാണ് ന്യൂട്രിയൻ സൈക്കിളും. എക്കോസിസ്റ്റം റീസൈക്കിൾ എസെൻഷ്യൽ അതായത് നമ്മുടെ ഈ കാർബൺ, ന്യൂട്രിയൻ്റ്, വാട്ടർ, ഇതൊക്കെ എന്ന് പറയുന്നത് റീയൂസ് ചെയ്യാണ് ചെയ്യുന്നത് ഓർഗാനിസംസ്. ഓക്കെ, അവർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഇതിങ്ങനെ പോയി ഇങ്ങനെ ആ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയാണ് ഉണ്ടാവുന്നത്. കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ്, വാട്ടർ ഒക്കെ റീയൂസ് ചെയ്യുന്നതാണ് ചെയ്യുന്നത്. ഹാബിറ്റാറ്റ് സർവീസ്, അതായത് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ഷെൽട്ടറും ഫുഡും ബ്രീഡിംഗ് ഗ്രൗണ്ടും അതേപോലെ തന്നെ ലിവിങ് സ്പേസും ഒക്കെ മില്യൺസ് ഓഫ് സ്പീഷീസിന് കൊടുക്കുന്നുണ്ട്. ഷെൽട്ടർ ആൻഡ് ബ്രീഡിംഗ് ഗ്രൗണ്ട് ആണ് ഈ ഹാബിറ്റാറ്റ് സർവീസ് എന്ന് പറയുന്നത്. റെഗുലേറ്ററി ഫങ്ഷൻ, എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഹെൽപ്പ് ചെയ്യും നമ്മളെ വാട്ടറും അതേപോലെ തന്നെ പ്യൂരിഫൈ ചെയ്യാനും ഫ്ലഡ്സ് കൺട്രോൾ ചെയ്യാനും സ്റ്റേബിളൈസ് ക്ലൈമറ്റ്, അതേപോലെ തന്നെ റെഗുലേറ്റ് ഡിസീസസ്. റെഗുലേഷൻസ് എന്ന് പറയുന്നത് ക്ലീൻ ആയിട്ടുള്ള എയർ, അതേപോലെ തന്നെ വെള്ളം,
ഫ്ലഡ് കൺട്രോൾ, ക്ലൈമറ്റ് മോഡിഫിക്കേഷൻ ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയാം. അടുത്തതാണ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിച്ച്നെസ് ആൻഡ് വെറൈറ്റി ഓഫ് ഓൾ ഫോംസ് ഓഫ് ലൈവ്സ് ഓൺ എർത്ത്. ഇതെന്താ ഇൻക്ലൂഡ് ചെയ്യണേ? ജനറിക് ഡൈവേഴ്സിറ്റി ഉണ്ട്, സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉണ്ട്, എക്കോസിസ്റ്റം. ജനറിക്, സ്പീഷീസ്, എക്കോസിസ്റ്റം. ജനറിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് സ്പീഷീസിനനുസരിച്ച് വാരിയേഷൻ ഉണ്ടാവും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൈസ് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. ഡിഫറെൻറ്റ് സ്പീഷീസ് ഇൻ ഏരിയ, ഓക്കെ, അതായത് ടൈഗർ, എലിഫന്റ്, പീകോക്ക് ഒക്കെ അതിൽ വരുന്നതാണ്. വെറൈറ്റി ഓഫ് എക്കോസിസ്റ്റം, റെയിൻ ഫോറസ്റ്റ്, ഡെസേർട്ട്, വെറ്റ്ലാൻഡ്. ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ക്രൂഷ്യൽ ആണ് സർവൈവലിന് വേണ്ടിയിട്ട്. ഇറ്റ് എൻഷുവേഴ്സ് റിലയൻസ് ടു എക്കോസിസ്റ്റം ടു ചേഞ്ച് ഇൻ ഡിസ്റ്റർബൻസ്. ഇത് സപ്പോർട്ട് ചെയ്യുന്നത് ഫുഡ് സെക്യൂരിറ്റി, ഇതെന്ന് പറയുന്നത് മെഡിക്കൽ റിസോഴ്സസും അതേപോലെ തന്നെ കൾച്ചറൽ, സ്പൈറൽ ആൻഡ് എസ്തെറ്റിക് വാല്യൂസ് കൂട്ടും. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി വീക്കൻസ് ദ health of the planet and threatens human well-being. Importance എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ethical sustainability and resilience, source of food, medicine and raw materials ഇതിലൊക്കെ വരുന്നതാണ്. ഇതെന്ന് പറയുന്നത് ടൂറിസം ആൻഡ് റീക്രിയേഷൻ, നാച്ചുറൽ ഐഡന്റിറ്റി എന്താണ് സപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തതാണ് ഹ്യൂമൻ ഇമ്പാക്ട് ഓൺ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹ്യൂമൻ ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഹാസ് ആക്സിലറേറ്റഡ് ബയോഡൈവേഴ്സിറ്റി ലോസ് അക്രോസ് ദ ഗ്ലോബ്. നമുക്ക് നഷ്ടങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ട്. Okay, natural habitats are being degraded and destroyed for agriculture, infrastructure and mining. Climatic changes alter temperature and rainfall patterns, leading to species extinction. Climatic change temperature-lum rainfall pattern-lum പ്രശ്നം കൊണ്ടുവന്നു. Pollution such as നമ്മുടെ plastic waste, oil spills, അതേപോലെ തന്നെ എക്കോസിസ്റ്റം ഡാമേജസ് കൊണ്ടുവന്നു. മോണോകൾച്ചറൽ ഫാമിംഗ്, അതെന്താ? reduces generic diversity and makes crops vulnerable. ലൈക്ക് പെസ്റ്റിന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും? ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ, അങ്ങനെ ഡിസീസസ് ഉണ്ടാവും. ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, പോർച്ചിങ്, വൈൽഡ് ലൈഫ് ട്രേഡ്, ഇതൊക്കെ എന്താണ്? എൻഡേഞ്ചേർഡ് സ്പീഷീസിന് ഭയങ്കര വലിയ ത്രെറ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. സച്ച് ഇമ്പാക്ട് റിഡ്യൂസസ് എക്കോസിസ്റ്റം ഫങ്ഷനാലിറ്റി ആൻഡ് ത്രെറ്റൻസ് ദ സർവൈവൽ ഓഫ് ബോത്ത് നാച്ചുറൽ ആൻഡ് ആനിമൽസ്. ഡീഫോറസ്റ്റേഷൻ ആൻഡ് മൈനിങ് ആൻഡ് ഡാംസ്, ഇതെന്ന് പറയുന്നത് ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ്. ക്ലൈമറ്റ് ചേഞ്ചും പൊല്യൂഷനും എക്സ്റ്റെൻഷൻ റിസ്ക് ആണ്. മോണോകൾച്ചറിങ് ഫാമിംഗ് എന്ന് പറയുന്നത് ജനറിക് ഇറോഷൻ ആണ്. പോർച്ചിങ് ആൻഡ് ഇല്ലീഗൽ ട്രേഡ് എന്ന് പറയുന്നത് വൈൽഡ് ലൈഫിന് ത്രെറ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഇമ്പോർട്ടൻ്റ് എക്കോസിസ്റ്റം ഇൻ കേരള ആൻഡ് ഇന്ത്യ. ഇന്ത്യയിൽ ഓൾമോസ്റ്റ് 17 മെഗാ ഡൈവേഴ്സ് കൺട്രീസ് ആണ് in വേൾഡിലെ തന്നെ. സോ വാട്ട് ഹോസ്റ്റിംഗ് എ വൈൽഡ് റേഞ്ച് ഓഫ് എക്കോസിസ്റ്റം. ഓക്കെ, കേരള എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗാർഡ് റീജിയത്തിൽ വരേണ്ടതാണ് ആൻഡ് ഈസ് ഹോം ടു യുണീക്ക് എക്കോസിസ്റ്റം ദാറ്റ് എക്കോളജിക്കലി ആൻഡ് എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ്. ഈ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് നോട്ട് ഓൺലി പ്രിസർവ് ബയോഡൈവേഴ്സിറ്റി ബട്ട് ഓൾസോ സപ്പോർട്ട് അഗ്രികൾച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഫിഷർമാൻസിനെ, ടൂറിസത്തിന്, അതേപോലെ തന്നെ ക്ലൈമറ്റ് ബഫേഴ്സിനൊക്കെ. വെസ്റ്റേൺ ഗാർഡ്സ് കേരളനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതൊരു പറയുന്നത് ഒരു ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടാണ്. അതായത് ഇവിടെ എന്ന് പറയുന്നത് കുറേ എൻഡമിക് സ്പീഷീസ് ഉണ്ട്. ദാറ്റ് ഇസ് ലയൺ ടെയിൽഡ് മാംഗ്രൂ, അതേപോലെ തന്നെ നീൽഗിരി ടാർ, അതേപോലെ തന്നെ മലബാർ സിവറ്റ് ഒക്കെ ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഇവിടെ കുറേ മെഡിക്കേഷണൽ പ്ലാന്റ്സും റെയിൻ ഫോറസ്റ്റ് കവർ ഉണ്ട്, അതേപോലെ തന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ട്, സൈലന്റ് വാലി, പെരിയാർ ഒക്കെ ഇതിൽ വരുന്നതാണ്. അടുത്തത് എന്ന് പറയുന്നത് മാംഗ്രൂവ്സ് ആണ്. ഇതെന്ന് പറയുന്നത് സുന്ദർബന്ദിലുള്ളതാണ്, കുട്ടനാട്. സോൾട്ട് ടോളറൻറ്റ് ട്രീസ് ആണ് ഇവിടെ ഉള്ളത്. ഇതെന്ന് പറയുന്നത് നാച്ചുറൽ ഷീൽഡ് പോലെയാണ്. കോസ്റ്റൽ എറോഷനും അതേപോലെ സുനാമിയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നാച്ചുറൽ ഷീൽഡ് പോലെയാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ഇവിടെ എന്ന് പറയുന്നത് കുറേ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫിഷസും കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർപ്ഷൻ നല്ലോണം നടക്കുന്ന ഒരു സ്ഥലമാണ്. അടുത്തത് എന്ന് പറയുന്നത് കോറൽ റിലീഫ്സ് ആണ്. ഗൾഫ് ഓഫ് മാന്നാർ, ലക്ഷദ്വീപ് എന്നാണ് ഇതിനെ പറയുക. അതായത്
ഇവിടെ എന്ന് പറയുന്നത് ഹൈലി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മറൈൻ എക്കോസിസ്റ്റം ആണ്. കുറേ കളർഫുൾ ഫിഷസ്, മോല്യൂബ്സ് ആൻഡ് സീ ടർട്ടിൽസ് ഇവിടെ ഉണ്ട്. ഇതെന്ന് പറയുന്നത് കോറൽ ബ്ലീച്ചിങ്ങിന് ഭയങ്കര വൾണറബിൾ ആണ്. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ വെറ്റ്ലാൻഡ്സ്. അഷ്ടമുടി വെമ്പനാട് വെറ്റ്ലാൻഡ് അവിടെയാണുള്ളത്. ഇതെന്ന് പറയുന്നത് മൈഗ്രേറ്ററി ബേർഡ്സും അതേപോലെ തന്നെ ലോക്കൽ ഫിഷിംഗ് കമ്മ്യൂണിറ്റീസും ഒരുപാടുള്ളൊരു സ്ഥലമാണ്. ഇതെന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടർ റീചാർജും വാട്ടർ പ്യൂരിഫിക്കേഷൻ, ഫ്ലഡ് കൺട്രോളിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വെമ്പനാട് ലേക്ക് എന്ന് പറയുന്നത് റാംസാർ സൈറ്റാണ്, അതായത് വെറ്റ്ലാൻഡ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലമാണ്. ഇനി നമ്മൾ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലാൻഡ്സ്കേപ്പിനെ പറ്റിയിട്ടും അർബൻ എക്കോളജീനെ പറ്റിയിട്ടുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ലാൻഡ്സ്കേപ്പ് എക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പ് എക്കോളജി ഈസ് എ ബ്രാഞ്ച് ഓഫ് എക്കോളജിക്കൽ സയൻസ് ദാറ്റ് ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ഹൗ spatial patterns such as arrangement of forests, rivers, agricultural fields, cities and water bodies affect ecological processes like species migration, natural recycling and energy flow and all. Okay, so it helps in analyzing how human inventions road network, urban sprawl and deforestation fragment natural habitat and എത്രത്തോളം നശിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ലാൻഡ്സ്കേപ്പ് എക്കോളജി പ്രൊവൈഡ്സ് ടൂൾസ് ടു പ്ലാൻ ലാൻഡ് യൂസ് ഇൻ എ വേ ദാറ്റ് മെയിൻറ്റെയിൻ എക്കോളജിക്കൽ ബാലൻസ് ആൻഡ് പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഓക്കെ, ലാൻഡ്സ്കേപ്പ് എക്കോളജി എന്ന് പറയുന്നത് ടൂൾസ് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. എങ്ങനെ ലാൻഡിനെ നമുക്ക് എക്കോളജിക്കൽ ബാലൻസ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വഴി നേരെ ചൊവ്വേ യൂസ് ചെയ്യാൻ പറ്റും. ദിസ് ഫീൽഡ് ഇസ് especially useful in regional planning, wildlife conservation and urban development വരുന്നതാണ്. ഇതെന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് ടു നോട്ട് ഇന്ററപ്റ്റ് എസെൻഷ്യൽ എക്കോളജിക്കൽ നെറ്റ്വർക്ക്. അടുത്തത് പറയുന്നതാണ് പാച്ച്. നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറഞ്ഞുതരാം. Relatively uniform area that differ from its surrounding. For example, a dense forest patch within a grassland or a lake is a agricultural region. Okay, corridors എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ ഫീച്ചേഴ്സ് ആണ്, ലൈക്ക് റിവേഴ്സ്, ഹെഡ്ജ് റോസ് ആൻഡ് ഗ്രീൻ വേ ദാറ്റ് കണക്ട് ഡിഫറെൻറ്റ് പാച്ചസിനെ കണക്ട് ചെയ്യുന്നതാണ് കോറിഡോർസ് എന്ന് പറയുന്നത്. Virtual for movement of species, gene flow, migration. A river acting as a corridor of aquatic species. Okay, അല്ലെങ്കിൽ elephants using forest corridors. Okay, അടുത്തത് പറയുന്നതാണ് മാട്രിക്സ്. മാട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡോമിനന്റ് ലാൻഡ് ഫീൽഡ് ബാക്ക്ഗ്രൗണ്ട്സ് ആണ്. ഇത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുവട്ടത്തിൽ എന്തുണ്ടാവും, പാച്ചസും കോറിഡോർസ് ഒക്കെ ഉണ്ടാവും. നാച്ചുറലായിട്ട് ഗ്രീൻ ഗ്രാസ് ലാൻഡ്സ്, ഈ ഹ്യൂമൻ മോഡിഫൈഡ് ആയിട്ടുള്ള മാട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റീസും ക്രോപ്പ് ലാൻഡ് ഒക്കെ അതിൽ വരുന്നതാണ്. ഇൻഫ്ലുവൻസസ് ദ ഡിഗ്രി ഓഫ് കണക്ടിവിറ്റി ബിറ്റ്വീൻ ഹാബിറ്റാറ്റ്സ് തമ്മിലുള്ള കണക്ടിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വരുന്നത്. സോ അടുത്തത് എന്ന് പറയുന്നതാണ് അർബനൈസേഷൻ ആൻഡ് എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് എന്ന് പറയുന്നത്. Urbanization refers to the increasing concentration of people in town and cities leading to the rapid expansion of urban infrastructure. While cities offer economical growth and employment, unplanned urban growth causes severe environmental degradation. എന്തുണ്ടാവും, ഈ ഇൻഫ്രാസ്ട്രക്ചറും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടി വരുമ്പോൾ അൺപ്ലാൻഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഗ്രഡേഷന് കാരണം. നാച്ചുറൽ ലാൻഡ് ഇസ് കൺവേർട്ടഡ് ടു കോൺക്രീറ്റ് സർഫസ്, റെഡ്യൂസിങ് പെർമബിലിറ്റി ആൻഡ് ഡിസ്ട്രക്ട് വാട്ടർ സൈക്കിളിനെ ഭയങ്കരമായിട്ട് ഈ നാച്ചുറൽ ലാൻഡിനെ കൺവേർട്ട് ചെയ്ത് കോൺക്രീറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളം മൊത്തം എവിടെ പോകും, അതാണ് ചോദിക്കുന്നത്. ദ റിമൂവൽ ഓഫ് ദ വെജിറ്റേഷൻ ഇൻക്രീസസ് സർഫസ് temperature, urban heat, island effect and growing vehicles and the air and noise pollution കൂട്ടും അല്ലേ. ഇന്ത്യൻ സിറ്റീസ് ലൈക്ക് ഈ ഡൽഹി, മുംബൈ, കൊച്ചി ഫേസസ് സിവിയർ എൻവയോൺമെന്റൽ ചലഞ്ചസ്. ഇത് കാരണം കൊണ്ടാണ് അവിടുത്തെ വെറ്റ്ലാൻഡ്സ് നഷ്ടപ്പെട്ടു, ട്രാഫിക് കൺജഷൻ ആൻഡ് ഓൾസോ വേസ്റ്റ് മാനേജ്മെന്റ് ഇഷ്യൂസ് കാരണം കൊണ്ടൊക്കെയാണ്
ഇതൊക്കെ ഉണ്ടാവുന്നത്. ഇൻ ദിസ് calls of adapting environmentally sound urban planning strategies to mitigate this impact. So ഇവിടെ ആദ്യത്തെ എന്തൊക്കെ ഇമ്പാക്റ്റ് ആണ്? നമ്മുടെ ഗ്രീൻ കവർ ലോസ് ആയിപ്പോ, കട്ടിങ് ട്രീസ് ആൻഡ് ക്ലിയറിംഗ് ഫോറസ്റ്റ് മേക്സ് വേ ടു ബിൽഡിങ്സ് ഇതുണ്ടാക്കാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് കളയണില്ലേ. വാട്ടർ ഷോർട്ടേജ്, ഇൻക്രീസ് ഡിമാൻഡ് ബട്ട് റെഡ്യൂസ് വാട്ടർ കാച്ച്മെന്റ് ഏരിയാസ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ റീചാർജ്. നമുക്ക് ഡിമാൻഡ് കൂടുന്നുണ്ട്, പക്ഷെ നമുക്ക് വാട്ടർ സ്റ്റോർ ചെയ്തൊക്കെയാണോ ഗ്രൗണ്ട് വാട്ടർ റീചാർജ് നടക്കണില്ല. എയർ ആൻഡ് നോയിസ് പൊല്യൂഷൻ, ഹൈ വെഹിക്കിൾ ഡെൻസിറ്റി കൺസ്ട്രക്ഷൻ ആൻഡ് അതേപോലെ തന്നെ ഇൻഡസ്ട്രീസ് എന്തുണ്ടാവും, എയർ ക്വാളിറ്റി കുറയ്ക്കും. അതേപോലെ തന്നെ എന്താണ്, ഡീസിബിൾ ലെവൽസ് കൂട്ടും. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് വേസ്റ്റ് ഡിസ്പോസൽ ഇഷ്യൂസ് ആണ്. ഈ ഓവർ ഫ്ലൂയിങ് ലാൻഡ് ഫിൽസും അതേപോലെ തന്നെ സീവേജ് ട്രീറ്റ്മെന്റ് ഇംപ്രോപ്പർ ആവുമ്പോഴും പ്ലാസ്റ്റിക് അക്യുമുലേഷൻ ഒക്കെ ഇതിന്റെ പ്രശ്നങ്ങളാണ്. അർബൻ ഹീറ്റ് ഐലൻഡ് എഫക്റ്റ്, അതായത് വാമർ ആയിക്കൊണ്ടേയിരിക്കും. എന്ത് കാരണം കൊണ്ട്? ഈ കോൺക്രീറ്റ് സർഫസ് എന്ത് പറയും, ഹീറ്റ് അബ്സോർബ് ചെയ്യും ചെയ്യും, ഹീറ്റ് റേഡിയേറ്റ് ചെയ്യും ചെയ്യും. ഓക്കെ, അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ അർബൻ പ്ലാനിങ് എങ്ങനെയാ ചെയ്യുക? സസ്റ്റൈനബിൾ അർബൻ പ്ലാനിങ് ഫോക്കസ് ഓൺ ഡിസൈനിങ് സിറ്റീസ് ദാറ്റ് മീറ്റ് ഹ്യൂമൻ നീഡ് വിത്തൗട്ട് കോംപ്രമൈസിങ് എൻവയോൺമെന്റൽ ഹെൽത്ത് കോംപ്രമൈസ് ചെയ്യാണ്ട് ഹ്യൂമൻ നീഡ്സ് എത്തിക്കുക. ഇറ്റ് ഇൻറ്റഗ്രേറ്റ് സോഷ്യൽ ഇക്വാലിറ്റി, എക്കോണമിക്കൽ ഫീസിബിലിറ്റി ആൻഡ് എക്കോളജിക്കൽ റെസ്പോൺസിബിലിറ്റി. ദ ഗോൾ ഈസ് ടു മിനിമൈസ് എക്കോളജിക്കൽ ഡിഗ്രഡേഷൻ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. വൈൽ പ്രൊവൈഡിങ് ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ത്രൂ efficient infrastructure and public service. Cities should be designed to use fewer resources and reduce emission reduce ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. Incorporate green and blue space, parks and water bodies. Local government and urban planning must prioritize climate reliance infrastructure, affordable housing and clean transportation system. Core environments of സസ്റ്റൈനബിൾ അർബൻ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇതെന്ന് പറയുന്നത് പ്രൈവറ്റ് വെഹിക്കിൾസിൻ്റെ ഡിപ്പെൻഡൻസ് കുറച്ച് ലോവർ എമിഷൻസും അതേപോലെ തന്നെ ട്രാഫിക് കൺജഷനും കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അർബൻ ഗ്രീൻ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്സ്, ഗാർഡൻ, ഗ്രീൻ ബെൽറ്റ്സ് അതേപോലെ തന്നെ ഇതൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എയർ ക്വാളിറ്റി ഇംപ്രൂവ് ആവും. അതേപോലെ തന്നെ ഷെയ്ഡ് കൊണ്ടുവരാൻ പറ്റും, മെൻ്റൽ ഹെൽത്തിന് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അടുത്തതെന്ന് പറയുന്നത് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബിൽഡിംഗ്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ വെന്റിലേഷൻസ്, ഇൻസ്റ്റലേഷൻസ്, സോളാർ എനർജി ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഫുട് പ്രിൻറ്റ് കുറയ്ക്കാൻ പറ്റില്ലേ. അടുത്തതെന്ന് പറയുന്നത് വേസ്റ്റ് റീസൈക്ലിംഗ് ആൻഡ് കമ്പോസിഷൻ. ഇവിടെ സെഗ്രിഗേഷനും അതേപോലെ തന്നെ ലാൻഡ് ഫിൽസ് കുറയ്ക്കാനും അതേപോലെ തന്നെ റിക്കവർ മെറ്റീരിയൽസ് റീയൂസ് ചെയ്യാൻ പറ്റുന്ന മാതിരി ആക്കാം. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് വാട്ടർ സെൻസിറ്റീവ് അർബൻ ഡിസൈൻ. ഇവിടെ എന്ന് പറയുന്നത് പേയ്മെൻറ്റ്സ്, ബയോവേവ്സ്, റെയിൻ ഗാർഡൻ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോം വാട്ടറൊക്കെ മാനേജ് ചെയ്ത് ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തതാണ് ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ എന്തിനാ റെഫർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു നെറ്റ്വർക്ക് ഓഫ് നാച്ചുറൽ ആൻഡ് സെമി നാച്ചുറൽ സിസ്റ്റം ദാറ്റ് പ്രൊവൈഡ് എക്കോ സിസ്റ്റം സർവീസസ് ഇൻ അർബൻ സിസ്റ്റം. ഓക്കെ, നാച്ചുറൽ ആൻഡ് സെമി സിസ്റ്റംസ്, എക്കോ സിസ്റ്റം സർവീസസ് കൊടുക്കുന്നതാണ് ഈ അർബൻ സെറ്റിങ്സിൽ കൊടുക്കുന്നതിനെയാണ് ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. അൺലൈക്ക് ഗ്രേ ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്, പൈപ്സ്, ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് വെജിറ്റേഷൻസും സോയിൽസും നാച്ചുറൽ പ്രോസസ്സ് വഴി നമുക്കപ്പോൾ എന്ത് ചെയ്യാം, റെയിൻ വാട്ടറും എയർ പ്യൂരിഫിക്കേഷനും ഒക്കെ കൊണ്ടുവരാൻ പറ്റും. ഇതെന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റിനെ സപ്പോർട്ട് ചെയ്യും. കോസ്റ്റ് എഫിഷ്യൻറ്റും ആണ്, എക്കോ ഫ്രണ്ട്ലി അപ്രോച്ചും ആണ്. ഇതെന്ന് പറയുന്നത് കുറച്ചൊക്കെ നമ്മുടെ ട്രഡീഷണൽ ഇൻഫ്രാസ്ട്രക്ചറിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാം. സിറ്റീസ് വിത്ത് വെൽ planned green infrastructure are more climate relevant and reliable and healthy for residents. It also plays a role in flood prevention, temperature regulation and urban diversity. Examples എന്തൊക്കെയാണ് ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ റൂഫ് ആൻഡ് വാൾസ്. Vegetations on rooftop and vertical surface helps cool ബിൽഡിങ്സിനെ കൂളാക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇതെന്ന് പറയുന്നത് റൺ ഓഫ് റെഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ എയർ ക്വാളിറ്റി കുറേ കൂടി ബെറ്റർ ആവും. ഇതിപ്പോൾ കുറേ ബിൽഡിങ്സിൽ കൊണ്ടുവരുന്നുണ്ട്. അടുത്തത് എന്ന് പറയുന്നത് അർബൻ ഫോറസ്റ്റ് ആൻഡ് ട്രീ ലൈനിങ്. ലാർജ് സ്കെയിൽ ട്രീ
പ്ലാന്റിങ് ഇൻ സ്ട്രീറ്റ്സ്, നൈബർഹുഡ്സ്, നമുക്ക് ഷെയ്ഡ്സും ഫിൽറ്റേഴ്സും പൊല്യൂട്ടൻസ്, അതേപോലെ നമ്മുടെ വൈൽഡ് ലൈഫ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. കൺസ്ട്രക്റ്റിംഗ് വെറ്റ്ലാൻഡ്സ്, ആർട്ടിഫിഷ്യലായിട്ട് വെറ്റ്ലാൻഡ്സ് ഡിസൈൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് സ്റ്റോം വാട്ടർ ആൻഡ് സീവേജ് യൂസിങ് നാച്ചുറൽ പ്രോസസ്സ് നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അതായത് നമ്മുടെ കളക്ട് ചെയ്ത് വെക്കുക റെയിൻ വാട്ടർ, എന്നിട്ട് റീയൂസ് ചെയ്യുക. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് ഇതെന്ന് പറയുന്നത് ഫ്രഷ് വാട്ടർ സപ്ലൈയുടെ ഡിമാൻഡ് കുറയ്ക്കും. അങ്ങനെ നമുക്ക് ഫ്ലഡിങ് കുറയ്ക്കാൻ പറ്റും.